and okay, and people were there by mistake only. This happened from me. Nali chechi hai, and then the mistake pattiyada. ഇത് ഡിസ്കണക്ട് ആയിരുന്നോ ഡാലി ചേച്ചി? അത് ഡിസ്കണക്ട് ആയില്ല അച്ഛാ. അത് എന്റെ പറ്റിയ ഒരു മിസ്റ്റേക്കാ. അത് കാരണം വിട്ടുപോയി ഞങ്ങള്. ഞാന് എന്റെ മൊബൈൽ എന്റെ കമ്പ്യൂട്ടറിൽ കിട്ടുന്ന കണക്ഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ നോക്കി കഴിഞ്ഞപ്പോ മൊബൈൽ കണക്ഷൻ കിട്ടി. മൊബൈൽ കണക്ഷൻ കിട്ടി കഴിഞ്ഞതിന് ശേഷം വീണ്ടും കമ്പ്യൂട്ടറിൽ വന്നു. അപ്പൊ അങ്ങനെ മൊബൈൽ ഓഫാക്കി കഴിഞ്ഞപ്പോ എല്ലാം പോയി. പ്രാർത്ഥിക്കാം. സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ശംശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിപ്പാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ശംശിഹ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിലെ പോലെ പോയെന്നേക്കുമാമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിലെ പോലെ പോയെന്നേക്കുമാമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിലെ പോലെ പോയെന്നേക്കുമാമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഈശോയെ നന്ദി. ഈ ദിവസം ഈ മാസം കർത്താവിന്റെ ദിവസമാകുന്നു. ഈ മാസം കർത്താവിന്റെ മാസമാകുന്നു. I welcome this day. Today is an exciting day. Joyful day. Blessed day. Only good things are coming. ഈ ദിവസം മഹത്തായ അനുഗ്രഹത്തിന്റെ ദിവസമാകുന്നു. സർവസൃഷ്ട പ്രപഞ്ചങ്ങളോടും ചേർന്ന് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞാൻ ഈ ദിവസത്തെ സ്വാഗതം ചെയ്യുന്നു. ഈ ദിവസം വലിയൊരു അനുഗ്രഹത്തിന്റെ ദിവസമാകുന്നു. ഈ ഒരു മാസം വലിയ ദൈവാനുഗ്രഹങ്ങളുടെ മാസമാകുന്നു. മഹത്തായ അനുഗ്രഹങ്ങൾ സമൃദ്ധമായി നൽകുന്നതിനെ നന്ദി പറയുന്നു. ആരോട് പറഞ്ഞാലും ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത മഹത്തായ അനുഗ്രഹങ്ങൾ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ സമൃദ്ധിയായി നൽകുന്നതിനെ നന്ദി പറയുന്നു. ഞാൻ സൗഖ്യം സ്വീകരിക്കുന്നു. ഞാൻ ആരോഗ്യത്തിൽ ജീവിക്കുന്നു. ഞാൻ സ്നേഹമുള്ള വ്യക്തിയാകുന്നു. എന്റെ ഹൃദയം എപ്പോഴും സ്നേഹത്താൽ നിറഞ്ഞിരിക്കുന്നു. ഞാൻ സന്തോഷമുള്ള വ്യക്തിയാണ്. ഞാൻ ശാന്തതയുള്ള വ്യക്തിയാണ്. ഞാൻ സമാധാനമുള്ള വ്യക്തിയാണ്. ഞാൻ സമൃദ്ധിയുള്ള വ്യക്തിയാണ്. നിരന്തരം സമ്പത്ത് എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു.
നിരന്തരം സമ്പത്ത് എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ആരോട് പറഞ്ഞാലും ആരോട് പറഞ്ഞാലും ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത മഹത്തായ അനുഗ്രഹങ്ങൾ മഹത്തായ അനുഗ്രഹങ്ങൾ നിരന്തരം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. നിരന്തരം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ അനുഗ്രഹമാകുന്നു. ഞാൻ അനുഗ്രഹമാകുന്നു. ഞാൻ അനുഗ്രഹമാകുന്നു. ഞാൻ അനുഗ്രഹമാകുന്നു. ഞാൻ അനുഗ്രഹമാകുന്നു. ഞാൻ അനുഗ്രഹമാകുന്നു. ഞാൻ സന്തോഷമുള്ള വ്യക്തിയാകുന്നു. ഞാൻ സന്തോഷമുള്ള വ്യക്തിയാകുന്നു. ഞാൻ ഐശ്വര്യമുള്ള വ്യക്തിയാകുന്നു. ഞാൻ ഐശ്വര്യമുള്ള വ്യക്തിയാകുന്നു. ഈശോയെ നന്ദി. ഈശോയെ നന്ദി. ഹല്ലേലൂയ. 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 സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് മത്തായിയുടെ സുവിശേഷം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം തിരുവചനം. മത്തായിയുടെ സുവിശേഷം ഗിരിപ്രഭാഷണത്തിൽ നിന്നുള്ള ഭാഗമാണ്. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്കായി തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവനെ തുറന്നു കിട്ടുകയും ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ദൈവസന്നിധിയിൽ നമ്മൾ ഇന്ന് സെപ്റ്റംബർ 1-ാം തീയതി 8 നോമ്പിലേക്ക് കടക്കുകയാണ്. എട്ട് നോമ്പ് വലിയ ഒരു ദൈവാനുഗ്രഹത്തിന്റെ ദൈവീകമായ ഒരു അനുഗ്രഹത്തിന്റെ മാസമാണ്. മാതാവിന്റെ ജന്മത്തിനാളിന് ഒരുങ്ങുന്നു. പ്രിയമുള്ളവരെ, എങ്ങനെയാണ് 8 നോമ്പ് ഈ മലയാളികളുടെ ഇടയിൽ വന്നത്? നമ്മളിന്ന് എടുത്തിരിക്കുന്ന വചനം, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, മുട്ടുവിൻ തുറന്നു കിട്ടും, അന്വേഷിക്കുവിൻ കണ്ടെത്തും. ആസ്ക്, ബിലീവ് ആൻഡ് റിസീവ്. ആസ്ക്, ബിലീവ് ആൻഡ് റിസീവ്. ചോദിക്കുക, കിട്ടും. മുട്ടുവിൻ, തുറന്നു കിട്ടും. അന്വേഷിച്ചാൽ കണ്ടെത്തും. വിശ്വസിക്കുക. പ്രിയമുള്ളവരെ, എങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥന? നമ്മുടെ കേരള സഭയിലെ വലിയൊരു പ്രതിസന്ധിയുടെ സമയത്ത്, പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ നാട്ടിലെ ഒരു ശൈലി എന്ന് പറഞ്ഞ പോലെ തന്നെ ക്രൈസ്തവ സമൂഹത്തെ വളഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു സൈന്യം തന്നെ ഇറങ്ങി പുറപ്പെട്ട സമയത്ത്, പ്രത്യേകിച്ച് മണ്ണാർക്കാട് പള്ളിയിൽ, മണ്ണാർക്കാട് കോട്ടയത്തുള്ള മാതാവിന്റെ ഒരു പള്ളിയാണ്. അവിടെ നമ്മുടെ അമ്മമാര് വന്ന് മാതാവിന്റെ സന്നിധിയിൽ, ഇത് കുറച്ച് ടിപ്പു സുൽത്താൻ്റെതായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അല്പം വിവാദമായിട്ടുള്ള ഒരു മേഖലയായതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് സംസാരിക്കണമല്ലോ, അതുകൊണ്ടാണ്. പക്ഷെ ഇങ്ങനെ ഒരു വലിയ ഒരു പടയോട്ടം നടക്കുന്ന സമയത്ത് ക്രൈസ്തവരെ മാത്രമല്ല മറ്റുള്ളവരെയും ആക്രമിച്ച്, there is no other option. അങ്ങനെ ഒരു മരണത്തെ മുന്നിൽ കാണുന്ന സമയത്ത് മാതാവിന്റെ സന്നിധിയിലിരുന്ന് നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സമയത്ത്, പ്രത്യേകിച്ച് പ്രതിരോധിക്കാൻ ഒന്നുമില്ലാതെ ഒരു സൈന്യം വന്ന് ആക്രമിച്ച് മതപരിവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, എന്നാലേ കഴുത്തു പോകുക, അല്ലെങ്കിൽ മതവിശ്വാസം ഉപേക്ഷിക്കുക, അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു മതമർദ്ദനത്തിന്റെ ഒരു കാലഘട്ടം
കേരളത്തിലെ മതമർദ്ദനം എന്ന് പറയുന്നില്ല. കേരളത്തിൽ നമ്മുടെ ചരിത്ര പുസ്തകത്തിൽ അങ്ങനെ ഒരു വാക്കൊന്നുമില്ല. അതിന്റെ പടയോട്ടം എന്നുള്ള ഒരു ടിപ്പുവിന്റെ പടയോട്ടം എന്നുള്ള ഉള്ളൂ. മൈസൂർ വഴിക്ക് ഇങ്ങോട്ട് കയറി. അപ്പോൾ ഈ ജനം മുഴുവനും യാതൊരു ഓപ്ഷനും ഇല്ലാത്ത ഒരു രീതിയായപ്പോൾ ഈ ശക്തമായ 8 ദിവസത്തെ പ്രാർത്ഥനയില് മാതാവിന്റെ പള്ളിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ നല്ല മഴ പെയ്യാൻ, മഴ പെയ്ത് പട്ടാളത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന പട്ടാളത്തിന്റെ സഹായികളായി വന്നിട്ടുള്ള ഭക്ഷണ കമ്മിറ്റി, ഫുഡായിട്ട് വന്ന വണ്ടികളൊക്കെ ഭക്ഷണമൊക്കെ നശിച്ചു പോയി. പിന്നെ ഭക്ഷണം കിട്ടാനില്ല. പിന്നെ പട്ടാളത്തിന് മൂവ് ചെയ്യാനായിട്ട് ഈ വെള്ളം നിറഞ്ഞ് വെള്ളപ്പൊക്കം കാരണം മുന്നോട്ട് പോകാനായിട്ട് വരാൻ പറ്റിയില്ല. അത് മാത്രമല്ല, ഈ മഴയത്ത് ചീറ്റലും നനച്ചിലും ഒക്കെ ആയിട്ട് മലേറിയ വന്ന് ഒരുവിധം എല്ലാ പട്ടാളക്കാരും മരിച്ചു എന്നുള്ള മലേറിയ പിടിച്ചു. പിന്നെ കുറച്ചുള്ളത് ഓടിപ്പോവുകയും ചെയ്തു. പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല, ഭക്ഷണമില്ല. പിന്നെ എങ്ങനെ പിടിച്ചു നിൽക്കുന്നത്? പിന്നെ മാരകമായി പകർച്ചവ്യാധി വന്ന് എല്ലാം മരിച്ചു. അങ്ങനെ ഒരു സംഭവം മാതാവിന്റെ മധ്യസ്ഥത വഴി കേരളത്തിന്റെ ക്രൈസ്തവ ജനതയെ, അല്ലെങ്കിൽ ക്രൈസ്തവ ജനത ഇന്നില്ല, ഇന്ന് കേരളം മുഴുവനും അങ്ങനെ ഒരു ദുരന്തം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ, ടിപ്പ് കയറിപ്പോന്നിരുന്നുവെങ്കിൽ കേരളം മുഴുവനും വേറൊരു ഒരു ചരിത്രമാകുമായിരുന്നു. ക്രൈസ്തവ ജനത ഉന്മൂലനം ചെയ്യപ്പെടുമായിരുന്നു. ക്രൈസ്തവ ജനതയല്ല, ബാക്കിയെല്ലാം തന്നെ ഉന്മൂലനം ചെയ്യപ്പെടുമായിരുന്നു. ഇതൊരു വലിയൊരു ചരിത്രം കിടക്കുന്നുണ്ട്. ഈ ചരിത്രം നമുക്ക് ചരിത്രം എന്ന് പറഞ്ഞാൽ ഇത് വാമൊഴിയായിട്ടുള്ള ചരിത്രം മാത്രമേ ഉള്ളൂ. ഇത് എഴുതാൻ പോലും സാധാരണ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് എഴുതാൻ പോലും പേടിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ അമ്മ സ്വർഗത്തിൽ നിന്ന് എവിടെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായോ അപ്പോഴൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ അമ്മ നമുക്ക് വേണ്ടിയിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഈ 8 ദിവസം നമ്മുടെ നിയോഗങ്ങൾ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഈ 8 ദിവസം നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കുകയും ലഭിക്കും. അതിൽ 7 കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക. ഒന്ന്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൈവീകമായ ഒരു ബന്ധം നമ്മൾ സ്ഥാപിക്കണം. അതിനാണ് നമ്മുടെ മനസ്സിനെ നമ്മൾ ഏകാഗ്രമാക്കുന്നത്. നമ്മൾ മെഡിറ്റേഷനിൽ ക്ലോസ് യുവർ ഐസ്, നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ ഒന്ന് ഏകാഗ്രമാക്കുന്നത് അതുകൊണ്ടാണ് മനസ്സിനെ നമ്മൾ ഏകാഗ്രമാക്കുകയാണ്. ഏകാഗ്രമാക്കി ദൈവികമായ ഒരു ബന്ധം സ്ഥാപിക്കണം. രണ്ടാമതായിട്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ഇമോഷൻസ് കിടക്കുന്നുണ്ടെങ്കിൽ അവയെ നമ്മൾ റിലീസ് ചെയ്യണം. അതാണ് ക്ഷമിക്കുക. ഐ റിലീസ്, ഷട്ട് ഓഫ് ഓൾ ദി ഇമോഷണൽ ഗാർബേജ്. I shut off all my emotional garbage. I release all the stuff. I forgive. നമ്മുടെ മനസ്സിന്റെ ഉള്ളില് അത് കിടക്കുകയാണെങ്കിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് we have to shut off all the emotional garbage. മൂന്നാമതായിട്ട്, നമ്മൾക്ക് വീണ്ടും ക്ഷമിക്കാനായിട്ട് പറ്റാതെ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു വിടുതലിന്റെ ശുശ്രൂഷയിൽ നടത്തണം. ഈശോയുടെ നാമത്തിൽ എൻ്റെ മനസ്സിലുള്ള എല്ലാ ദുഃഖങ്ങളെയും ബഹിഷ്കരിക്കുന്നു, എല്ലാ ഭയങ്ങളെയും ബഹിഷ്കരിക്കുന്നു, എല്ലാ വെറുപ്പിന്റെ മേഖലകളെയും ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, നിർവീര്യമാക്കുന്നു. എല്ലാ വെറുപ്പിന്റെ ദുരാത്മാക്കളെയും ബന്ധിച്ച് ബഹിഷ്കരിച്ച്, വെറുപ്പിന്റെ മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന എല്ലാ നെഗറ്റീവ് ഇമോഷൻസും നമ്മൾ ഡെലിവറൻസ് ചെയ്ത് പ്രാർത്ഥിക്കണം. അതാണ് മൂന്നാമത്. നാലാമത് നമുക്ക് പറ്റിയത്, അതാണ് നമ്മൾ ചെയ്യുന്നത്, ആൽഫ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ആൽഫ സ്റ്റേറ്റ്, നല്ല നമ്മുടെ മനസ്സിനെ നമ്മൾ ഏകാഗ്രമാക്കുക, ശാന്തമാക്കുക. ശാന്തമാകുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ദൈവികമായൊരു കണക്ഷൻ വരും. അതിന് നല്ലൊരു മാഗ്നറ്റിക് പവർ ഉണ്ട്, കാന്തശക്തി ഉണ്ട്. ആ ആൽഫ വേവ്സ് എന്ന് പറയുന്നത് ഒരു വളരെ ക്രിയേറ്റീവ് പവറാണ്. അതുകൊണ്ടാണ് നമ്മൾ ഡീപ് ട്രാൻസിലേക്ക് പോകുന്നത്.
നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ഇപ്പൊ ഈ രോഗശാന്തിക്ക് വേണ്ടിയിട്ടൊക്കെ പ്രത്യേകിച്ച് ഇതിലുള്ള ജോസഫ് ഏട്ടൻ അത് കൃത്യമായിട്ട് ആ ട്രാൻസിൽ പോയി കഴിഞ്ഞ് ഇപ്പൊ തന്നെ നമ്മൾ ഈ ട്രാൻസിൽ പോകുമ്പോൾ പിന്നെ അതൊന്നും വരേണ്ട കാര്യമില്ല. രോഗികളായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂറേ പറയണം, ഐ ആം ഹീൽഡ്, ഐ ആം ഹീൽഡ്, ഞാൻ പൂർണ്ണമായി സൗഖ്യം. ഏഷ്യ 53:5 വചനം. അപ്പോൾ അത് അതിങ്ങനെ അത് ആൽഫ സ്റ്റേറ്റ് വളരെ ഇതാണ്. അതാണ് 4ാമത് ആൽഫ സ്റ്റേറ്റിലേക്ക് കടന്നു വരണം. അത് അധികം പേരും മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു സയന്റിഫിക് ആസ്പെക്റ്റ് ആണ് ആൽഫ സ്റ്റേറ്റിലേക്ക് വരിക. എന്നിട്ട് 5ാമതായിട്ട് നമ്മൾ അത് വിഷ്വലൈസ് ചെയ്യണം. നമ്മൾ രോഗം മാറിയതായിട്ട് ഏത് കാര്യത്തിനാണെങ്കിൽ അതാണ് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുമെന്ന് പറയുന്നത്. അതൊരു വാഗ്ദാനമാണ്. അപ്പൊ അത് 100% വാഗ്ദാനമാണ്. നമ്മൾ വിശ്വസിക്കുക. അത് വിശ്വസിച്ച് കഴിയണം. കർത്താവിന്റെ വാക്കാണ്, അത് വിശ്വസിക്കുക. വിശ്വാസം എന്ന് പറയുന്നത് കാണുക എന്നതാണ്. അതാണ് നമ്മൾ മനസ്സിൽ കാണണം എന്ന് പറയുന്നതിന്റെ കാരണം. പിന്നെ 6ാമതായിട്ട് നമ്മൾ അത് ഏറ്റു പറയണം. പിന്നെ അത് ഫീൽ ചെയ്ത്, വചനം ഏറ്റു പറഞ്ഞ് ഫീൽ ചെയ്ത്. 7ാമതായിട്ട് നമ്മൾ നന്ദി പറയണം. കാണണം, കണ്ടിട്ട് പറയണം, അത് ഫീൽ ചെയ്യണം. എന്നിട്ടത് നമ്മൾ നന്ദി പറയണം. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ കാര്യവും കിട്ടിയതായിട്ട് കാണണം. നമ്മളൊരു പുതിയ വീട് ഇങ്ങനെ പണിയാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ വീട് പണിത് അതിൻ്റെ ഉള്ളിൽ താമസിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കണം. ഫീൽ ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പൊ അതൊരു ഒരു സ്പിരിച്വൽ മെത്തേഡാണ് നമ്മുടെ ശരീരത്തിൽ ഫീലിംഗ് കൊണ്ടുവരിക എന്നത്. നമ്മൾ വീട് മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ സ്വന്തമായിട്ട് പടുത്തുയർത്തിയ നല്ല മനോഹരമായ ഭവനത്തിനുള്ളിൽ താമസിക്കുന്നത് നമുക്ക് കാണാനും അത് ഫീൽ ചെയ്യാനും അതിൽ താമസിക്കുന്നതായിട്ട് ഇതായിട്ടും വരണം. ജോലിയിൽ നമുക്കൊരു പ്രൊമോഷൻ വേണം, ഇൻക്രിമെന്റ് വേണം. അത് നമ്മുടെ നമ്മൾ അത് ശരിക്കും അത് കാണാൻ നമുക്ക് സാധിക്കണം. നമ്മൾ മറ്റുള്ളവരാൽ അഭിനന്ദിക്കപ്പെടുന്നത്, ജോലിയിൽ പ്രൊമോഷൻ കിട്ടിയത്. കഴിഞ്ഞ ദിവസം ഒരിക്കൽ ഒരു കൊച്ച് എന്നോട് പറഞ്ഞത് ഓർക്കുകയാണ്. ഒരു കൊച്ച് പറഞ്ഞ ഒരു കാര്യമാണ്. ഈ കൊച്ച് പറഞ്ഞത് ഇതാണ്. ഈ കൊച്ച് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് 90 മാർക്കൊക്കെ കണ്ട് പ്രാർത്ഥിക്കണം. ഈ കൊച്ച് പറഞ്ഞത് അവരുടെ അടുത്ത് നല്ല മുനിസിപ്പൽ ഗ്രൗണ്ട് ഉണ്ട്, മുനിസിപ്പാലിറ്റിയുടെ വലിയ ഗ്രൗണ്ട് ഉണ്ട്. അപ്പൊ അവിടെ ഫങ്ഷൻസ് ഒക്കെ നടക്കുമ്പോൾ ഈ 10ാം ക്ലാസ്സില് 12th കഴിഞ്ഞ് ആ കപ്പ് കൊടുക്കാൻ ഫസ്റ്റ് കിട്ടിയവർക്ക് സ്കൂളിന്റെ വകയുടെ കപ്പ് കൊടുക്കുക. അപ്പൊ ഈ കൊച്ച് കാണുന്നത് ഇതാണ്. ആ വർഷം പബ്ലിക് സ്റ്റേഡിയത്തില് ഫങ്ഷൻ നടക്കുമ്പോൾ മന്ത്രി വന്ന് കപ്പ് കൊടുക്കുന്നു. ആ കപ്പ് ഇവള് വാങ്ങിക്കുന്നത് സ്വപ്നം കാണും, വിഷ്വലൈസ് ചെയ്യാണ്. അതാണ് അവളുടെ മൈൻഡിൽ വന്ന ഒരു പിക്ചർ. എന്നിട്ട് അവള് കിടന്ന് തുള്ളിച്ചാടിയിട്ട് എന്നോട് പറയാണ്, ഈ പെൺകുട്ടി തുള്ളിച്ചാടിയിട്ട് പറയാണ്, ഞാൻ ഇതിങ്ങനെ കണ്ട്. ഞാൻ പറഞ്ഞു കൊടുത്തതിൽ ആ കൊച്ചിന്റെ മനസ്സിൽ വന്ന ഒരു പിക്ചറാണ്. ഈ ഒരു സ്റ്റേഡിയത്തിലെ ഞാൻ ട്രോഫി വാങ്ങിക്കുന്നതും എൻ്റെ അപ്പനും അമ്മയും അഭിമാനിക്കുന്നതും, എന്നെ കുറിച്ച് അഭിമാനിക്കുന്നതും, എല്ലാവരും എന്നെ അഭിനന്ദിക്കുന്നതും കൺഗ്രാജുലേറ്റ് ചെയ്യുന്നതും, വലിയ VIP-കളുടെ മുമ്പിൽ വെച്ച് ഞാൻ ഈ റാങ്ക് വാങ്ങിച്ചിട്ടല്ല, ഈ അവാർഡ് ഏറ്റവും ഫസ്റ്റ് കിട്ടി, സ്കൂളിൽ ഫസ്റ്റ് കിട്ടി. കാരണം സ്കൂളിൽ ഫസ്റ്റ് കിട്ടിയവർക്ക് അഭിനന്ദിക്കുന്ന ഒരു രീതിയാണ്. അതിങ്ങനെ കണ്ട് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്, അത് കിട്ടി എന്നുള്ളത്. അതിൻ്റെ അവൾ പറയണം അത് സംഭവിച്ചു. വേറൊരു പെൺകുട്ടി കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ അവൾ പറഞ്ഞതാണ്, സ്കൂളിന്റെ മുമ്പിൽ വലിയൊരു ബോർഡുണ്ട്. ആ ബോർഡില് ഓരോ വർഷവും ഏറ്റവും ഫസ്റ്റ് കിട്ടിയ കുട്ടികളുടെ ഫോട്ടോയോ ഫ്രണ്ടില് ഫോട്ടോ വയ്ക്കും, ഫോട്ടോയും പേരും എഴുതി വയ്ക്കും. എന്നിട്ട് ഞാൻ ആ വർഷം ഞാൻ പഠിച്ച വർഷത്തിലെ ആ വർഷത്തിലെ എൻ്റെ പേര് അവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ കാണാറുണ്ട്. എല്ലാ ദിവസവും ഉള്ളിലെ സ്കൂളിലേക്ക് പോകുമ്പോഴും എൻ്റെ ഫോട്ടോ നിൽക്കുന്നത്, എൻ്റെ ഫോട്ടോ അവിടെ വെച്ചിരിക്കുന്നത്, എൻ്റെ പേര് എഴുതി വെച്ചിരിക്കുന്നത്. ആ ഫസ്റ്റ് എന്നുള്ള സ്ഥലത്ത് സ്കൂളിൽ ഓരോ വർഷം ഫസ്റ്റ് കിട്ടിയ കുട്ടികളുടെ പേരിങ്ങനെ ഫ്രണ്ടിൽ എഴുതി വെക്കുന്ന ഒരു ശൈലിയുണ്ട്.
അവൾ അതങ്ങനെ കാണുകയാണ്. എന്നേക്കുമായി ഈ വിദ്യാലയത്തിൽ എൻ്റെ ഒരു ലെഗസി ഞാനിത് പ്രിന്റ് ചെയ്തിരിക്കുകയാണ്. ഈ കുട്ടി ഇത് കണ്ട് എൻ്റെ കുട്ടി പറഞ്ഞതാണ് അതങ്ങനെ സംഭവിച്ചു. ഇതുപോലെ ഞാനിത് പറയണതിൻ്റെ ഉദ്ദേശം നിങ്ങളുടെ തലയിൽ കയറണം. എന്താണ് വിഷ്വലൈസേഷൻ, എന്താണ് പ്രാർത്ഥന, എന്താണ് ഭാവനയിൽ കാണുന്നത്. നമ്മൾ ഇന്ന് മനസ്സിൽ കാണുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്നത്. അതിനാണ് നമ്മൾ നല്ല ഒരു മെഡിറ്റേറ്റീവ് പൊസിഷനിൽ ഇങ്ങനെ 5th സ്റ്റേജ് ഓഫ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയും. 5th സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ആൽഫ സ്റ്റേറ്റിലെ ഇങ്ങനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നതിനെയാണ് 5th സ്റ്റേജ് ഓഫ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഈ 5th സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈസിലി ആൻഡ് എഫർട്ട്ലെസ്ലി ഇറ്റ് കം ഫോർ ദ മാനിഫെസ്റ്റേഷൻ. നമ്മൾ ചിലപ്പോൾ ഒരു കാര്യം ചിന്തിക്കുമ്പോഴേക്കും അത് നമ്മുടെ കയ്യിൽ വരികയാണ്. നമ്മൾ ആലോചിച്ച് ഒരു കാര്യം നടക്കണം, അങ്ങനെ നമ്മളൊരു മനസ്സിനൊരു ആഗ്രഹം വരുമ്പോഴേക്കും ഒന്ന് ആലോചിക്കുമ്പോഴേക്കും കാര്യങ്ങൾ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിക്കും. അതാണ് നമ്മുടെ ഈ കാലത്ത് ഈ മെഡിറ്റേഷൻ കൊണ്ട് അങ്ങനെ ഒരു സ്പിരിച്വൽ പവർ നമ്മൾ നേടിയെടുക്കും. എല്ലാം നമ്മുടെ മുറിയിൽ ഇരുന്നിട്ടാണെങ്കിലും ശരി, നമ്മളിപ്പോ ഡിജിറ്റൽ ഇതിന്റെ കാലഘട്ടമാണ്, നമ്മുടെ മുറിയിൽ ഇരുന്നിട്ടാണെങ്കിലും നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് മെഡിറ്റേഷനിലേക്ക് കടക്കാം. Close your eyes. നട്ടെല്ല് നിവർത്തി കഴുത്ത് നേരെ വെച്ച് ശിരസൽപ്പൊന്ന് ഉയർത്തി ഒരു ധ്യാനാത്മകമായ രീതിയിൽ ഇരിക്കുക. ധ്യാനത്തിന്റെ മനസ്സ് ഒരു ധ്യാനത്തിലേക്ക്, അതിൻ്റെ ഒരു മനോഭാവത്തിലേക്ക് വരണം. ചിലപ്പോൾ നമ്മൾ കടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല ക്ലോസ് യുവർ ഐസ് എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ഡീപ്പ് സ്ലീപ്പിൽ പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓപ്പൺ യുവർ ഐസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തുറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രാൻസിലാണ്, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ നല്ല ഉറക്കത്തിൽ പോകും. അപ്പം നമുക്ക് അതിൻ്റെ ആ പ്രോഗ്രാമിംഗ് നടക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ മെഡിറ്റേറ്റീവ് പൊസിഷനിൽ ഇരിക്കാൻ പറയുന്നതിന്റെ കാരണം. Slowly breathe in and breathe out. Slowly breathe in and breathe out. Relax your body. Just aware your breathing. Observe your breathing. Slowly breathe in. Hold on. And breathe out. Slowly breathe in. Hold on. Breathe out. Slowly breathe in. Hold on. Breathe out. Keep your hands on your thighs. നമ്മുടെ തള്ളവിരലും ചൂണ്ടുവിരലും അമർത്തി വെക്കുക. Every time I touch the thumb and index finger, I am in the alpha state. I am the deep trance. My mind is connected with the Lord.
Observe your breathing. Focus. Focus. നമ്മുടെ കാലിന്റെ തള്ളവിരലൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരും. കാലിന്റെ വിരലുകൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. മനസ്സിലേക്ക് കൊണ്ടുവന്ന് റിലാക്സ്. വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. കാൽപാദം, വലത് കാലിന്റെ പാദം, കാലിന്റെ ഉപ്പിറ്റി വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. കണങ്കാലിന്റെ മസില്, കാൽമുട്ടുകൾ, കാലിന്റെ തുടയുടെ ഭാഗം. The wave of relaxation is coming. കാലിന്റെ ഭാഗം വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. ഇടത്ത് കാലിന്റെ വിരലുകൾ, കാൽപാദം, കാലിന്റെ കുറ്റി മനസ്സിൽ കൊണ്ടുവരിക. വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. കണങ്കാൽ വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. കാലിന്റെ മുട്ടുകൾ വിശ്രമം കൊടുക്കുക. തുടയുടെ ഭാഗം വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. രണ്ട് കാലുകളും വിശ്രമാവസ്ഥയിലായിരുന്നു. അരക്കെട്ടിന്റെ ഭാഗം വിശ്രമം കൊടുക്കുക. നമ്മുടെ ഉദരം, നെഞ്ച് വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. നട്ടലിന്റെ ഭാഗം, ശരീരത്തിന്റെ പിൻഭാഗം മനസ്സിൽ കൊണ്ടുവരും, വിശ്രമം കൊടുക്കുക. ഷോൾഡർ മനസ്സിൽ കൊണ്ടുവരിക, വിശ്രമം കൊടുക്കുക. വലത്ത് കൈ, മസില്, കൈമുട്ട്, കണങ്കാൽ, കൈവിരലുകൾ, കൈയുടെ ഉള്ളംകൈ മനസ്സിൽ കൊണ്ടുവരിക, വിശ്രമം കൊടുക്കുക. ഇടത് കൈയിന്റെ ഷോൾഡർ, മസില്, കൈമുട്ട്, കണങ്കായ്, കൈയിന്റെ ഉള്ളംകൈ, വിരലുകൾ മനസ്സിലേക്ക് കൊണ്ടുവരിക, വിശ്രമം കൊടുക്കുക. രണ്ട് കൈയും വിശ്രമാവസ്ഥയിലായി. ശരീരം മുഴുവനും വിശ്രാമാവസ്ഥയിലാണ്. ശിരസിന്റെ മുകൾ ഭാഗം മനസ്സിൽ കാണുന്നു, വിശ്രമം കൊടുക്കുക. നെറ്റിയുടെ ഭാഗം, മുഖം വിശ്രമം കൊടുക്കുക. ശിരസിന്റെ പിൻഭാഗം വിശ്രമം കൊടുക്കുക. തലച്ചോറ്, നാഡീ ഞരമ്പുകൾ, നാഡീവ്യൂഹം എല്ലാം വിശ്രമം കൊടുക്കുക. കഴുത്ത് വിശ്രമം കൊടുക്കുക. ഷോൾഡർ വിശ്രമം കൊടുക്കുക. രണ്ട് കൈയും വിശ്രമം കൊടുക്കുക. ശരീരം മുഴുവനും വിശ്രമാവസ്ഥയിലായിരിക്കും. ശരീരം മുഴുവനും വിശ്രമാവസ്ഥയിലായിരിക്കും. ശരീരം മുഴുവനും വിശ്രമാവസ്ഥയിലാണ്. രണ്ട് കൈയും വിശ്രമം കൊടുക്കുക. ശരീരം മുഴുവനും വിശ്രമാവസ്ഥയിലാണ്. രണ്ട് കാലും വിശ്രമാവസ്ഥയിലാണ്. നമ്മുടെ മനസ്സ്, now our mind is in the
our brain waves in the alpha state. മനസ്സ് ഒരു ശാന്തമായ ഡീപ്പായ ട്രാൻസിലേക്ക് പോയിരിക്കുക. ഈശോയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഈശോയുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് വലിയ പ്രകാശം, ദിവ്യമായ പ്രകാശം വന്ന് ചേരുന്നതായിട്ട് കാണുക. ഓരോ ശ്വാസോച്ഛ്വാസം എടുക്കുമ്പോഴും ഈശോയുടെ സൗഖ്യത്തിൻ്റെ പ്രകാശം ശരീരം മുഴുവനും നിറയുന്നതായി അനുഭവിക്കുക. ഈശോയുടെ ദിവ്യ പ്രകാശത്തിൽ ഞാൻ ലയിച്ചിരിക്കുന്നു. ഈശോയുടെ ദിവ്യ പ്രകാശത്തിൽ ഞാൻ ലയിച്ചിരിക്കുന്നു. ഈശോയുടെ ദിവ്യമായ പ്രകാശത്തിൽ ഞാൻ ലയിച്ചിരിക്കുന്നു. ഈശോയുടെ ദിവ്യമായ പ്രകാശത്തിൽ ഞാൻ ലയിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അവിടെ നിന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അവിടെ നിന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വഴി നടത്തപ്പെടുന്നു. ദൈവാത്മാവിനാൽ ഞാൻ വഴി നടത്തപ്പെടുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വഴി നടത്തപ്പെടുന്നു. ജ്ഞാനം, അറിവ്, ബുദ്ധി, വിവേകം, ഓർമ്മശക്തി, പക്വത, ആത്മീയവും ഭൗതികമായ വരങ്ങൾ, ആത്മീയവും ഭൗതികമായ കൃപകൾ, രാജകീയ അഭിഷേകം എന്നിൽ നിറഞ്ഞിരിക്കുന്നു. ജ്ഞാനം, അറിവ്, ബുദ്ധി, വിവേകം, ഓർമ്മശക്തി, പക്വത, ആത്മീയവും ഭൗതികമായ കഴിവുകൾ, ദൈവ കൃപ നിറഞ്ഞ ജീവിതം, രാജകീയ അഭിഷേകം നൽകിയതിന് നന്ദി പറയും. കർത്താവേ, ജ്ഞാനം, അറിവ്, ബുദ്ധി, വിവേകം, ഓർമ്മശക്തി, പക്വത, ആത്മീയവും ഭൗതികമായ കഴിവുകൾ, ദൈവ കൃപ നിറഞ്ഞ ജീവിതം, രാജകീയ അഭിഷേകം ഞങ്ങൾക്ക് നൽകിയതിനെ നന്ദി പറയുന്നു. ഓരോ ദിവസവും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൂടുതലായി അനുഗ്രഹിക്കുകയും വളർത്തുകയും ഉയർത്തുകയും ഐശ്വര്യപൂർണമാക്കുകയും സമൃദ്ധമാക്കുകയും ചെയ്യുന്നതിന് നന്ദി പറയുന്നു. ഓരോ ദിവസവും ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും വളർത്തുകയും ഉയർത്തുകയും ഐശ്വര്യമാക്കുകയും സമൃദ്ധമാക്കുകയും ചെയ്യുന്നതിന് നന്ദി പറയുന്നു. ഞാൻ എല്ലാ ഉദ്യമങ്ങളിലും വിജയശ്രീലാളിതനാകുന്നു. ഞാൻ എല്ലാ ഉദ്യമങ്ങളിലും വിജയശ്രീലാളിതനാകുന്നു. എല്ലാ ഉദ്യമങ്ങളിലും ഉന്നതമായ വിജയം നൽകുന്നതിന് നന്ദി പറയുന്നു. കർത്താവേ, ഞാൻ ഈ ദിവസത്തെ സ്വാഗതം ചെയ്യുന്നു. ഐ വെൽക്കം ദിസ് ഡേ. മഹത്തായ അനുഗ്രഹം, ഞാൻ ഈ ഒരു പുതിയ മാസത്തെ സ്വാഗതം ചെയ്യുന്നു. ഐ വെൽക്കം ദിസ് മന്ത് ഓഫ് സെപ്റ്റംബർ. I welcome this month of September. Great things are coming. Great and glorious things are coming. ഉന്നതമായ അനുഗ്രഹങ്ങൾ,
സമൃദ്ധമായി നൽകുന്നതിനെ നന്ദി പറയുന്നു. ഐശ്വര്യം നദിയായി ഒഴുകുന്നതിനെ നന്ദി പറയുന്നു. സമൃദ്ധി സമൃദ്ധമായി നൽകുന്നതിനെ നന്ദി പറയുന്നു. ഈശോയുടെ രക്തത്താൽ ഞാൻ മുദ്ര ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈശോയുടെ രക്തത്താൽ എൻ്റെ ചിന്തകൾ മുദ്ര ചെയ്യപ്പെട്ടിരിക്കുന്നു. നല്ലതായ കാര്യങ്ങൾ മാത്രം ഞാൻ ചിന്തിക്കുന്നു. പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ഞാൻ ചിന്തിക്കുന്നു. ഈശോയുടെ രക്തത്തിൽ ഞാൻ മുദ്ര ചെയ്യപ്പെട്ടിരിക്കുന്നു. I am vaccinated in the blood of Jesus. I am vaccinated in the blood of Jesus. I am vaccinated in the blood of Jesus. No virus can touch me. I am covered and protected. യേശുവിൻ്റെ കരങ്ങളിൽ ഞാൻ മുദ്ര ചെയ്യപ്പെട്ടിരിക്കുന്നു. ഞാൻ സുരക്ഷിതനാകുന്നു. എൻ്റെ കുടുംബം സുരക്ഷിതമാകുന്നു. ജീവിത പങ്കാളി സുരക്ഷിതമാകുന്നു. എൻ്റെ ഭവനം മുഴുവനും, എൻ്റെ പ്രിയപ്പെട്ടവരും, എൻ്റെ മക്കളും, മാതാപിതാക്കളും, സഹോദരങ്ങളും എല്ലാം സുരക്ഷിതമാകുന്നു. മുദ്ര ചെയ്ത് സംരക്ഷിക്കും. ഈശോയുടെ നാമത്തിൽ I release all the hurt. എല്ലാവരോടും ഞാൻ ക്ഷമിക്കുന്നു. മാപ്പപേക്ഷ. I am set free. I cast out all my negative emotions. I claim I am set free. I am a new creation. My mind is controlled by the Holy Spirit. എൻ്റെ ആലോചനകളെ, ചിന്തകളെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കുന്നു. ഞാൻ സ്നേഹമുള്ള വ്യക്തിയാണ്. ഞാൻ ശാന്തതയുള്ള വ്യക്തിയാണ്. ഞാൻ സന്തോഷമുള്ള വ്യക്തിയാണ്. I am full of love. 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 ഞാൻ സ്നേഹമുള്ള വ്യക്തിയാണ്. ഞാൻ സന്തോഷമുള്ള വ്യക്തിയാണ്. ഞാൻ സ്നേഹമുള്ള വ്യക്തിയാണ്. സന്തോഷമുള്ള വ്യക്തിയാണ്. ശാന്തതയുള്ള വ്യക്തിയാണ്. സമാധാനമുള്ള വ്യക്തിയാണ്.
full of love, full of joy, full of peace, full of abundance. ഞാൻ സമൃദ്ധിയിൽ ജീവിക്കുന്നു. സമ്പത്ത് എന്നിലേക്ക് നിരന്തരമായി വന്നുകൊണ്ടേയിരിക്കുന്നു. വളരെയേറെ സമ്പത്ത് നിരന്തരമായി സമൃദ്ധമായി നിരന്തരം വന്നുകൊണ്ടേയിരിക്കുന്നു. വളരെയേറെ സമ്പത്ത് നിരന്തരം സമൃദ്ധമായി അനായാസേന വന്നുകൊണ്ടേയിരിക്കുന്നു. വളരെയേറെ സമ്പത്ത് നിരന്തരം സമൃദ്ധമായി അനായാസേന വളരെ വേഗത്തിൽ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. വളരെയേറെ സമ്പത്ത് നിരന്തരം സമൃദ്ധമായി അനായാസേന വളരെ വേഗത്തിൽ സമൃദ്ധമായി വന്നുകൊണ്ടേയിരിക്കുന്നു. വളരെയേറെ സമ്പത്ത് നിരന്തരം സമൃദ്ധമായി അനായാസേന വളരെ വേഗത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. നിരന്തരം വന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ സമൃദ്ധിയിൽ ജീവിക്കുന്നു. രാജകീയ അഭിഷേകം എന്നിൽ നിറഞ്ഞിരിക്കുന്നു. എൻ്റെ ജീവിതം രാജകീയ അഭിഷേകത്താൽ നിറഞ്ഞിരിക്കുന്നു. ഞാൻ ആത്മവിശ്വാസമുള്ള വ്യക്തിയാകുന്നു. ഞാൻ ആത്മവിശ്വാസമുള്ള വ്യക്തിയാകുന്നു. ഞാൻ ധൈര്യവും ശക്തിയുമുള്ള വ്യക്തിയാകുന്നു. ഞാൻ സമ്പൂർണ്ണ ആരോഗ്യത്തിൽ ജീവിക്കുന്നു. ഞാൻ എപ്പോഴും സമ്പൂർണ്ണ ആരോഗ്യത്തിൽ ജീവിക്കുന്നു. ഞാൻ ദീർഘായുസ്സിൽ ജീവിക്കുന്നു. ഞാൻ എപ്പോഴും നല്ല ആരോഗ്യത്തിൽ, സന്തോഷത്തിൽ, ശാന്തതയിൽ, സമാധാനത്തിൽ, നന്മയിൽ, പുണ്യത്തിൽ ഞാൻ വളരുന്നു. ഞാൻ എപ്പോഴും സന്തോഷത്തിൽ, സ്നേഹത്തിൽ, ആത്മവിശ്വാസത്തിൽ, ധൈര്യത്തിൽ, സമൃദ്ധിയിൽ ഞാൻ ജീവിക്കുന്നു. നന്മയായ കാര്യങ്ങൾ മാത്രം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഞാൻ ഈ മാസത്തെ സ്വാഗതം ചെയ്യുന്നു. ഐ വെൽക്കം ഓൺലി ഗുഡ് തിങ്സ്. ആരോട് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റും മഹത്തായ അനുഗ്രഹങ്ങൾ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. 1 ഇനി ഞാൻ 1 മുതൽ 5 വരെ എണ്ണുകയാണ്. 5 എണ്ണുമ്പോൾ സാവധാനം കണ്ണുകൾ തുറക്കുന്നു. 1, 2, 3. 5 എണ്ണുമ്പോൾ സാവധാനം ഉണർവിലേക്ക് വരുന്നു. സന്തോഷത്തിലേക്ക്, ഉണർവിലേക്ക് വരും. 4, 5. Slowly open your eyes, feel fresh, wide open. Rub your hand. I am counting 1 to 5. When I count 5, slowly open your eyes, feel fresh. You come to the consciousness. 1, 2, 3. When I count 5, slowly open your eyes, feel fresh, wide awake. I welcome this day. Beautiful. 4, 5. Slowly open your eyes. Rub your hand, rub your face. Thank you, Lord. ഈശോയെ നന്ദി. ഹല്ലേലൂയ. ഈശോയെ നന്ദി. എല്ലാവർക്കും നല്ല ഒരു പുതിയൊരു മാസം, മാതാവിൻ്റെ ജന്മതിരുനാളിന് ഒരുക്കമായിട്ടുള്ള ഈ ഒരു ദിവസം പ്രത്യേകമായിട്ട് നേരുന്നു. ഒട്ടുനോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്.
സാധിക്കുന്ന എല്ലാവരും അല്ല, നമ്മളങ്ങനെ ഒരു നോമ്പെടുത്ത് പഠിക്കണം. പ്രത്യാഗമൊക്കെ ഞാൻ പറയുകയുണ്ടായി, കേരളത്തിലെ ഒരു വലിയ ഒരു ദുരന്തം വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ അമ്മമാര് പ്രാർത്ഥിച്ച് ജനത്തെ മുഴുവനും രക്ഷിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയുടെ ജന്മാല് നിന്ന് നമ്മുടെ കുടുംബം, നമ്മുടെ സമൂഹം, സഭയ്ക്ക് വേണ്ടി, നാടിന് വേണ്ടിയിട്ട് ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. Thank you, sir. Yeah.